ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പാണ്. 54.70 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 100 പോയിൻറ്റ്സ് പ്ലസ്സിലാണ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 430 ലെവൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ്സിലേക്ക് മാറ്റാം. 5 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ 430 ലെവൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ നിന്നാണ് ഒരു ഫോളോ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുള്ളതെന്ന് പറയാം. 25,320 ലെവലിലേക്ക് വന്ന് ക്ലോസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഫ്രൈഡേ കൂടിയാണ്, ഈ വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ. എന്തായാലും നമുക്ക് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് കഴിഞ്ഞു. ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് മിനിറ്റ് ക്ലോസ് ചെയ്തു. ഒരു ലോവർ ലോ വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. +50 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. $25,300 പുട്ട് ഓപ്ഷൻ നമുക്ക് എടുക്കാം. നമ്മുടെ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ 7.5, ഓൾമോസ്റ്റ് 7.5 CR ആണ്. 25,300 പുട്ട് ഓപ്ഷൻ. $25,300 പുട്ട് ഓപ്ഷൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് അറൗണ്ട് 125. ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ കുറച്ച് കൂടുതലായതുകൊണ്ട് ഒരു 300 ലോട്ട്സ് ആണ് പെർ എൻട്രി. 300 ലോട്ട്സ് ആണ് എടുക്കുന്നത്. 25,300 പുട്ട് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഒരു കോസ്റ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 25,300 പുട്ട് ഓപ്ഷൻ. ട്യൂസ്ഡേ എക്സ്പയറി ആണ്, 27th എക്സ്പയറി. അറൗണ്ട് 2 lakhs പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. ലോവർ ലോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. $25,300 പുട്ട് ഓപ്ഷൻ. ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഡൗൺഫോൾ വരാനാണ് ചാൻസ് കൂടുതലും. കോസ്റ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. 10 lakhs ലോസിലേക്കൊരു ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 25,300 പുട്ട് ഓപ്ഷൻ ആവറേജ് ചെയ്യാം. 300 ലോട്ട്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വാല്യൂലായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരിക.
അപ്പോൾ അതിന് പ്രിപ്പയർ ആവണം. നമ്മുടെ ക്യാപിറ്റലിൽ നല്ലൊരു ഗ്രോത്ത് കഴിഞ്ഞ ഒരുപാട് ട്രേഡിംഗ് ഡേയ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ പെർസെൻറ്റേജ് വരുമ്പോൾ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് വാല്യൂ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ഡിസിഷൻ എടുക്കാൻ പാടില്ല. ഇപ്പോൾ അറൗണ്ട് 3 lakhs ലോസിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. 2 lakhs ലോസ്. ഒരു സെല്ലിംഗ് പ്രഷർ ഓർ ന്യൂ ലോവർ ലോ വരുമോ നമുക്ക് നോക്കാം. കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ 2.7 CR ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റഡ് മാർജിൻ, അവൈലബിൾ മാർജിൻ 4.7 CR അവൈലബിൾ മാർജിൻ ഉണ്ട്. ബൈയിങ് പ്രഷർ തന്നെയാണ് സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിലുള്ള ലോസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു പുൾ ബാക്കാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു റീടെസ്റ്റ് വരുമോ നമുക്ക് നോക്കാം. അഗെയിൻ ലോസിൽ തന്നെയാണ്. സെല്ലിംഗ് പ്രഷർ വന്ന് ഡേ ലോ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. നമ്മൾ ആവശ്യത്തിന് ക്വാണ്ടിറ്റീസ് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഫ്ലക്ച്വേഷൻ കുറച്ച് ഹൈ ആണ്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അറൗണ്ട് ഒരു 20-25 lakhs പ്ലസ് പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ലോവർ ലോ വരുമോ നമുക്ക് നോക്കാം. ഓക്കെ, കോസ്റ്റിൽ തന്നെയാണ്. കോസ്റ്റിലും അതുപോലെ തന്നെ 3-4 lakhs ലോസിലും തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ പൊസിഷൻ കുറച്ച് ഹെവി പൊസിഷനാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്തായാലും വരും. നമ്മളിപ്പോൾ 2-3 lakhs ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ ഒരു 10-15 lakhs വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ചെറിയ ക്യാപിറ്റൽ ഉണ്ടായിരുന്ന ഒരു ഫ്ലക്ച്വേഷൻ തന്നെയാണ് വരുന്നത് പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ. പക്ഷെ വാല്യൂ എന്തായാലും വ്യത്യാസം വരും നമ്മുടെ ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ചിട്ട്. നമുക്ക് ഇതിൽ ഒരു 1.5 CR വരെ നമുക്ക് നേക്കഡ് റിസ്ക് എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഹെഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ആക്ച്വൽ ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഡേ ക്ലോസിംഗ് റേഞ്ചിലേക്ക് ഒരു പുൾ ബാക്ക് വരാനുള്ള ചാൻസ് ഒരിക്കലും തള്ളിക്കളയാനാവില്ല. മേ ബി ഒരു റീടെസ്റ്റ് ഡേ ഹൈ വന്നതിന് ശേഷം, പുട്ട് ഓപ്ഷൻ ഡേ ഹൈ വന്നതിന് ശേഷം ഫോളോ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പുൾ ബാക്ക് വന്നതിന് ശേഷമാണ് ഡേ ഹൈയിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് പുൾ ബാക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആവറേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു പൊസിഷൻ 20-25 lakhs ലോസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവലിലോട്ട് വരുന്നുണ്ട്. 50 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും ആഡ് ചെയ്യാം. $25,300 $25,300 പുട്ട് ഓപ്ഷൻ തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രീമിയം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 100ന്റെ താഴെ വന്നിട്ടുണ്ട്. 60 lakhs ലോസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ലെഗ്സ് ആയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. എത്ര ക്വാണ്ടിറ്റി നമ്മൾ ലോഡ് ചെയ്യണമെങ്കിലും. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 50% ലോഡ് ചെയ്തിട്ടുണ്ട്. 50 lakhs ലോസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പുൾ ബാക്ക്
വന്നതിന് ശേഷം ഒരു ബൈയിങ് പ്രഷർ നമുക്ക് പുട്ട് ഓപ്ഷനിൽ കാണാം. മേ ബി ഈ ഒരു പുൾ ബാക്ക്, ഈ ഒരു ഫോൾഡ് പുൾ ബാക്ക്, അതായത് നമ്മുടെ കോൾ ഓപ്ഷനിൽ ഒരു പുൾ ബാക്ക് വരുമോ, സ്പോട്ട് ലെവലിൽ ഒരു പുൾ ബാക്ക് വരുമോ നമുക്ക് നോക്കാം. പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തു, ആ ഒരു ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നിന്നും ഒരു ഡൗൺഫോൾ അല്ലെങ്കിൽ ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഡൗൺഫോൾ വരുമോ നമുക്ക് നോക്കാം. എന്തായാലും ഒരു ഹയർ ഹൈ ആൻഡ് ഹയർ ലോ ആണ് ഫോം ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. ഇപ്പോൾ 60-70 ലാക്സ് ലോസിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇനി 3.4 CR മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ മാർജിനായിട്ട് വരുന്നത്. അതുകൊണ്ടത് വളരെയധികം സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാം. 70 ലാക്സ് ലോസിൽ നിന്നും ഇത് അത്ര തന്നെ പ്രോഫിറ്റ്സിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ട്രേഡിൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഈ ട്രേഡ് എവിടെ വെച്ചിട്ട് ഇതിനെ എക്സിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും നമുക്ക് നോക്കാം. നല്ലൊരു സ്പൈക്കാണ് വന്നിട്ടുള്ളത്. പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. ഓൾമോസ്റ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കപ്പിൾ ഓഫ് എൻട്രീസ് കൊടുക്കാം. $25,300 പുട്ട് ഓപ്ഷൻ. ഇപ്പം നമ്മൾ 4.5 CR ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. കേസ് ഇത് അഗെയിൻസ്റ്റ് പോവുകയാണെങ്കിൽ നമുക്കിത് ഹെഡ്ജിങ്ങിലേക്ക് പോവാം. ഹെഡ്ജ് ചെയ്തതിന് ശേഷം ഇത് റിക്കവർ ചെയ്യാനും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനും നോക്കാം. ഇപ്പോൾ നമ്മൾ 125 അടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 90 ലെവൽ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ലോസ് എന്ന് പറയുന്നത് 1.5 CR വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറച്ച് റിസ്ക് വന്നെന്ന് നമുക്ക് പറയേണ്ട കാര്യമുള്ളൂ. അതുവരെ അത്രയും റിസ്ക് എന്തായാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 20% മാക്സിമം റിസ്ക്. ആ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേക്കഡായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടി വരും. അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹെഡ്ജിങ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഹെഡ്ജിങ് ആയിട്ടോ ആവറേജിങ് ആയിട്ടല്ല, ഹെഡ്ജിങ് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും ആ ഒരു പോയിന്റിൽ വരികയാണെങ്കിൽ. അഗെയിൻ ഒരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 1.5 CR ബ്രേക്ക് ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് നമുക്ക് പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവലിലേക്കോ അല്ലെങ്കിൽ ആ ലെവലിൻ്റെ താഴേക്കോ വരുന്നത് കാണാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പൊസിഷൻ അത്യാവശ്യം ബൾക്കി പൊസിഷൻ തന്നെയാണ്, പ്രോഫിറ്റിലേക്ക് വരും. യെസ്, ബാക്ക് ടു 65 lakhs. 60 lakhs ഗുഡ്. 50 lakhs ഗുഡ്. നല്ലൊരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ പെട്ടെന്നൊരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. യെസ്, 40 lakhs ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, 40 lakhs 50% നമുക്ക് റിക്കവർ ആയിട്ടുണ്ട്. മേ ബി അനദർ ഒരു 1 candle നമ്മുടെ ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് മോർ ദാൻ ഇനഫ് ടു റിക്കവർ ഓൾ ദ ലോസസ്. 50 ലക്ഷം ലോസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു പുൾ ബാക്ക് വന്നു, ആ ഒരു അപ്പ് മൂവിൻ്റെ ഒരു പുൾ ബാക്ക്. ബട്ട് സ്റ്റിൽ നമ്മൾക്ക് സേഫ് ആവാനായിട്ട് പറ്റിയിട്ടില്ല ഈ ഒരു പൊസിഷൻ. വെയിറ്റ് ചെയ്യാം. നോ പ്രോബ്ലം, നമുക്ക് വെയിറ്റ് ചെയ്യാം. 50 lakhsലുണ്ട്. എഗെയിൻ ഹയർ ലോ ആണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഹയർ ലോ ആണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷറുണ്ട്. വെയിറ്റ് ചെയ്യാം. ബാക്ക് ടു 80 lakhs. നമ്മളൊരു 40 lakhs ലോസിലേക്ക് വന്നു. എഗെയിൻ അത് 80 lakhs ലോസിലേക്ക് പോയി. മേ ബി ഒരു പാർട്ട് പ്രോഫിറ്റ് ബുക്കിംഗ്
ചെയ്യാൻ പറ്റുമായിരുന്നു അറൗണ്ട് 40 lakhs 50% റിക്കവർ ആയ സമയത്ത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അഗെയിൻ ബ്രേക്ക് ഔട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഷാർപ്പ് ആൻഡ് കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ആണ്. നമുക്കൊരു രീതിയിലും ഇതിനെ പ്രോഫിറ്റിലേക്ക് ആക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. യെസ്, 96 lakhs ലോസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ. 80 lakhs ലോസ്. കമോൺ. ഇനി ഇതിന് തൊട്ട് മുൻപ് വന്നിട്ടുള്ള ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് ഇനി എത്ര സമയമെടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഡേ ഹൈ ലെവലും ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവലാണ്. ഇപ്പോൾ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് 1 CR അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, 1 CR മുകളിലേക്ക് വന്നിട്ടുണ്ട് ലോസ്. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ലോസിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക ഏതൊരു ട്രേഡ് എടുക്കുന്നതിന് മുൻപും. അപ്പം നമ്മൾ ഈ ഒരു ട്രേഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20% ദാറ്റ്സ് ഈക്വൽ ടു 1.5 CR. 1.5 CR ലോസ് വരെ വരാൻ സാധ്യതയുള്ളൊരു ട്രേഡാണ്. ആ ഒരു ട്രേഡിൽ നമ്മൾ 80 ലക്ഷം വരുമ്പോൾ പാനിക് ആവേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇതൊരു വെരി റിസ്കി ട്രേഡാണ്. ബിക്കോസ് ഇത് 4.5 CR ആണ് നമ്മൾ നേക്കഡായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട്. അത് ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് വെരി വെരി റിസ്ക്കിയാണ്. ഇപ്പോൾ 1 CR 65 lakhsലേക്ക് എത്തിയിട്ടുണ്ട്. പുൾ ബാക്ക് നമുക്ക് നേരത്തെ വന്ന ലോ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അതായത് നമ്മുടെ ലോസ് നമ്മൾ അധികം ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു ഹൈയിലേക്ക് വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ വന്ന ലോസ് 50% റിക്കവർ ചെയ്ത ലോസ് എന്ന് പറയുന്നത് 40 lakhs ആണ്. ആ 40 lakhs ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ 40 lakhsൻ്റെ താഴെ നമ്മുടെ ലോസ് കുറഞ്ഞു കഴിഞ്ഞാൽ, 40 lakhsൻ്റെ താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ലോവർ ലോ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ വളരെ പേഷ്യൻസോടുകൂടി ഈ ഒരു ലെവൽ, യെസ്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. 40 lakhs ആണ് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 50% അഗെയിൻ കുറഞ്ഞു. കാരണം എന്തായാൽ നമ്മൾ നേരത്തെ 80 lakhs 50% ലോസാണ് റിക്കവർ ആയത്. ഇപ്പോൾ 1 CR 50 lakhsലേക്ക് വന്നിട്ടുണ്ട്. 50% കുറഞ്ഞു. ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന മാക്സിമം ഇന്ന് വന്നിട്ടുള്ള ലോസ്, ഇതുവരെ വന്നിട്ടുള്ള ലോസ് 50% അഗെയിൻ റിക്കവർ ആയിരിക്കുകയാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഈ ഒരു ലെവലിൽ നിന്ന് 40 lakhs എന്ന് പറയുന്ന ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ 60% റിക്കവർ ആയതായിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രേഡ് സേഫായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന ലോസിൻ്റെ 50%, 1.4 CR 50%, അതായത് 70 lakhsലേക്ക് വന്നിട്ടുണ്ട്. ഇതൊരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. എഗെയിൻ മാർക്കറ്റിൽ ഒരു ഹയർ ലോ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊരു ലോവർ ലോ വന്നിട്ടുണ്ട്. മേ ബി ഇതൊരു റീടെസ്റ്റിനൊരു ചാൻസ് വരുത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം എന്തായാലും നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. എന്തായാലും മേ ബി കുറച്ച് സമയം എടുക്കുമായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആസ് ഓഫ് നൗ 4.6 CR ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 90 lakhs ലോസ് ഉണ്ട്. 2.9 CR അവൈലബിൾ മാർജിനുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 40 lakhs ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ ലോസ് 60%ഓളം റിക്കവർ ആയിട്ടുണ്ട്. 60% എന്ന് പറയുമ്പോൾ നമ്മൾ 1 CR ഉണ്ടായിരുന്നത് 60 ലക്ഷം രൂപ കുറഞ്ഞ് 40 ലക്ഷം രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോസ്. അപ്പോൾ ഇനി വരുന്ന മൂവ്മെൻറ്റ്സിൽ നമുക്ക് സഡനായിട്ട് പ്രോഫിറ്റിലേക്ക് വരും. അപ്പോൾ തന്നെ നമുക്ക് ബുക്ക് ചെയ്യേണ്ടിയും വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എഗെയിൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. 5 lakhs. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമുക്ക് ഈ ഒരു ഫോള് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്.
അത്രയും സ്റ്റേബിളായിട്ട് നമ്മൾ അത് ഹോൾഡ് ചെയ്ത്, ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് 1 CR ലോസ് വന്നപ്പോഴും ഹോൾഡ് ചെയ്ത് നിന്നു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഡേ ലോ ഓർ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് 25,280 ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇതൊരു പൊസിഷൻ ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഹെവി പൊസിഷൻ ആയതുകൊണ്ട് ഇത് പ്രോഫിറ്റിലേക്ക് വന്നതാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഇതിനേക്കാൾ ഹെവി പൊസിഷൻ ആണെങ്കിൽ പോലും മാർക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനെ പ്രോഫിറ്റിലാക്കാനായിട്ട് നമുക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ടെങ്കിലും സാധിക്കില്ല. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എഗെയിൻ ഒരു ഹയർ ഹൈ അല്ലെങ്കിൽ ഡേ ഹൈ റീടെസ്റ്റിലേക്ക് വരുമോ നമുക്ക് നോക്കാം. എന്തായാലും ഒരു ഡയറക്ഷൻ കൺഫർമേഷൻ ആയിട്ടുണ്ടെങ്കിലും ലോവർ ലോ വന്നതിന് ശേഷം, അതായത് ഹയർ ഹൈ വന്നതിന് ശേഷമേ ഫോൾ ആവാനും സാധ്യതയുള്ളൂ. ഈ ഒരു മൂമെൻറ്റിൽ തന്നെ ഡൗൺ ആയിട്ടില്ല എങ്കിൽ എഗെയിൻ 50 lakhs ലോസിൽ തന്നെയാണ് നിൽക്കുന്നത്. ആകെ നമ്മുടെ 3-4 പൊസിഷൻസ് മാത്രമേ കാര്യമായിട്ട് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോൾ സേഫായെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇതിൽ അങ്ങനെ സേഫ് ആകുന്നൊരു പോയിന്റ് നമുക്കില്ല. നമുക്ക് നല്ല പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ നല്ല ലോസ് ഡെഫിനറ്റായിട്ട് വരും. സേഫായിരുന്ന പൊസിഷൻസ് എപ്പോഴും നമ്മുടെ അക്കൗണ്ടിനെ കുറച്ചായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സേഫായിട്ടുള്ളൊരു പൊസിഷൻ അല്ലെങ്കിൽ സേഫായിട്ടുള്ളൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ, ആസ് എ ട്രേഡർ നമ്മൾ സേഫായിട്ടുള്ളൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് കുറച്ചായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നമുക്ക് നല്ല പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ നല്ല ലോസ് വരും എന്നുള്ളത് ഉറപ്പാണ്. അത് നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അക്കൗണ്ട് സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ സേഫായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളവർ എപ്പോഴും ആ ഒരു റിസ്ക് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് യൂസ് ടു ആവുക. അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസ്ക് ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ളൊരു അനാലിസിസിൻ്റെ ബേസിസിൽ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും 1 CR ലോസ് ഉള്ളത് ഇതേപോലെ 20 lakhs ലോസിലേക്ക് കുറയ്ക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല. ആ ഒരു നോളേജിൻ്റെ ഡെപ്ത് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ലോസ് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല. ഞാൻ ആ ഒരു ബ്രേക്ക് ഔട്ട് ഉടനെ വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഈ ഒരു വീഡിയോ എഗെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ബൈയിങ് പ്രഷർ തന്നെയാണ്. ഈ ഒരു ലോ കൂടി ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് വരാനായിട്ട് പറ്റുക. നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, നമ്മുടെ പൊസിഷൻ 12 lakhs പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. 4.6 CR തന്നെയാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അവൈലബിൾ മാർജിൻ 2.9. ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 125 നമ്മൾ ഫസ്റ്റ് എടുത്ത എൻട്രി. 25 lakhs പ്രോഫിറ്റിലുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2 lakhs പ്രോഫിറ്റിലാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തത് 5 പൊസിഷൻ നമ്മൾ ബുക്ക് ചെയ്തു. ഒരു 20 lakhsോളം നമ്മൾ ബുക്ക് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലായി. യെസ്, 120ലേക്ക് വന്നിട്ടുണ്ട്. വെരി ഗുഡ് പ്രോഫിറ്റ്സ്. 125 ആണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി എടുത്ത ലെവലെന്ന് പറയുന്നത്. ആ ഒരു ലെവലിലേക്ക് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. 125 വരികയാണെങ്കിൽ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ച് ഫ്രീ ക്യാപിറ്റൽ അല്ലെങ്കിൽ അവൈലബിൾ മാർജിൻ ഇൻക്രീസ് ചെയ്തു. 3.65 മാത്രമാണ് നമ്മുടെ ഇൻവെസ്റ്റഡ് മാർജിൻ. അത് നമ്മൾ കുറച്ച് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തത് അതുകൊണ്ടാണ്. ക്രിട്ടിക്കൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെക്കാമായിരുന്നു, പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവൈലബിൾ മാർജിൻ സെയിം ആയിരിക്കും. അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പുൾ ബാക്ക് വരുമ്പോൾ അത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കൊരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്യാം. മേ ബി 125 ലെവൽ ബ്രേക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഡേ ഹൈ വന്നിട്ടുള്ളത് 25,300 ഡേ ഹൈ വന്നിട്ടുള്ളത്. $135. യെസ്, അവിടെ നിന്ന് ഡൗൺ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് കുറച്ച് ഡിപ്ലോയ് ചെയ്യാം. 25,300 പുട്ട് ഓപ്ഷൻ നമുക്ക് ഇവിടെ നിന്നും ഒരു
ഫ്യൂ മോർ എൻട്രീസ് ആഡ് ചെയ്യും. നമ്മൾ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള എൻട്രീസ്, പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടുള്ള എൻട്രീസ് നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ആഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ബാക്ക് ടു 4.5 അല്ലെങ്കിൽ 4.6 CR ഡിപ്ലോയ്മെൻറ്റിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. ഇപ്പോൾ എഗെയിൻ ഒരു 115-120 ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വരുമോ നമുക്ക് നോക്കാം. കുറച്ചുകൂടി റിസ്കിയർ പൊസിഷൻ ആയിട്ടുണ്ട് ഈ ഒരു പോയിന്റ് ഓഫ് ടൈം. ബാക്ക് ടു 60 lakhs വന്നിട്ടുണ്ട്. $120+ വന്നു, പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ലോസ് ബെയർ ചെയ്യേണ്ടി വന്നു. കപ്പിൾ ഓഫ് എൻട്രീസ് കൂടി എടുക്കാം. 25,300 പുട്ട് ഓപ്ഷൻ. ഈ ട്രേഡ് ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്നുണ്ട് നമ്മുടെ. അപ്പോൾ സമയം കൂടുന്നതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സും റിസ്ക്കും എല്ലാം കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് ഒരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത്. ഇപ്പം നമ്മളിപ്പം ഓൾമോസ്റ്റ് 4.95 CRൻ്റെ അടുത്ത് ആയിക്കഴിഞ്ഞു ക്യാപിറ്റൽ ഡിപ്ലോയ്മെൻറ്റ്, അതായത് ഇൻവെസ്റ്റഡ് മാർജിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അറൗണ്ട് ഒരു 2 lakhs പ്രോഫിറ്റിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ലാസ്റ്റ് ആവറേജ് ചെയ്ത പൊസിഷൻസ് 2 lakhs പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ഈച്ച് പൊസിഷൻ. ഇപ്പോൾ 50 lakhs ലോസിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ ഓവറോൾ പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ നമ്മൾ കുറച്ച് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. $20 lakhs നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, നമ്മളിപ്പം ആവറേജ് ചെയ്ത ആ ഒരു ബുക്ക് ചെയ്ത പൊസിഷൻസ് തന്നെ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. ആ പൊസിഷൻസ് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യണം. അതാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ്. 103 മേ ബി ഒരു 10 points, 113 to 115 റേഞ്ചിൽ ബുക്ക് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ലെറ്റ്സ് വെയിറ്റ്. ഒരുപാട് സമയമായിട്ടുണ്ട് ഈ ഒരു ട്രേഡ്. അരമണിക്കൂറിൽ കൂടുതലായി നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 125 ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, പക്ഷേ അത് റൈറ്റ് അവേ ബ്രേക്ക് ചെയ്യുമോ അല്ലെങ്കിൽ പുൾ ബാക്കിന് ശേഷം ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ആക്ച്വലി അത് നമ്മൾ ആ ഒരു റിസ്ക് ആ ഒരു സമയത്ത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുക. ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ടായിരുന്ന ഒരു ട്രേഡ് ആയതുകൊണ്ട് തന്നെ പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുന്നത് വളരെ സേഫാണ്. ഇനിയും സമയം കുറച്ചധികം എടുക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ട്രേഡ്. നമുക്കൊരു 113-115 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള പൊസിഷൻസ് ഒരു 6-7 പൊസിഷൻസ് ഉണ്ട്. ആ പൊസിഷൻസ് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ ആണിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 115-113 ലെവൽ. ഇപ്പോൾ നമ്മൾ സ്പോട്ട് ചാർട്ടിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ബട്ട് റിസ്കി പൊസിഷൻ തന്നെയാണ്. 106 107 വന്നിട്ടുണ്ട് ഓൾറെഡി. 115 ആണ്. അഗെയിൻ അനദർ 7-8 പോയിൻറ്റ്സ് കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ നമുക്ക് എല്ലാ ട്രേഡിലും റൈറ്റ് അവേ നമുക്ക് 40 lakhs അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ്സ് കിട്ടണമെന്നില്ല. ചില ട്രേഡ്സിൽ ചില ദിവസങ്ങളിൽ നമുക്ക് റൈറ്റ് അവേ പ്രോഫിറ്റ്സ് കിട്ടും. ഫസ്റ്റ് 10 minutes തന്നെ നമ്മൾ ഇനഫ് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വളരെ പേഷ്യൻസോടുകൂടി നമുക്ക് പ്രോഫിറ്റ്സ് കിട്ടണം എന്നാണ്
നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാതെ ഇത്ര സമയം കൊണ്ട് കിട്ടണം, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് കിട്ടണം, ലോസിലേക്ക് പോവാതെ തന്നെ കിട്ടണം എന്നൊന്നും നമുക്ക് വിചാരിക്കാനായിട്ട് പറ്റില്ല. ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് സിസ്റ്റമാറ്റിക്കായിട്ടും റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ 20 lakhs വരുമ്പോൾ നമുക്ക് ഡേ കോസ്റ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 749 ഉണ്ടായിരുന്നു. ഇപ്പോൾ 30 lakhs ലോസ് എന്ന് പറയുമ്പോൾ 739 വന്ന് നിൽക്കുന്നുണ്ട്. 113 ലെവൽ 15 ലെവലിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം, കുറച്ച് പൊസിഷൻസ് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം. യെസ്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 106 ലെവൽ എന്തായാലും 4.85 ആണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ, അതായത് ഇൻവെസ്റ്റഡ് മാർജിൻ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡേ കോസ്റ്റ് 7.5 CR തന്നെ നിൽക്കുന്നുണ്ട്. 12 lakhs ലോസാണ്. 110 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് ബൈയിങ് പ്രഷറുണ്ട്, ചെറിയൊരു പുൾ ബാക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോവർ ഹൈ ലോവർ ലോ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അഗെയിൻ ഒരു 115 ലെവൽ വന്നു കഴിഞ്ഞാൽ പാർട്ട് പ്രോഫിറ്റ്സ് 125 ലെവൽ വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം. അത്രമാത്രമേ നമ്മൾ ഇപ്പോൾ ഈ ഒരു ട്രേഡിൽ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. 110 വന്നിട്ടുണ്ട് ഓൾറെഡി. 115 വരുന്നു, നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യുന്നു, കുറച്ച് പൊസിഷൻസ് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുന്നു. ദാറ്റ്സ് ദ ആക്ച്വൽ പ്ലാൻ. 6 lakhs ലോസാണ് നെറ്റ് ലോസ്. നെറ്റ് ലോസ് 112 വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വെയിറ്റിംഗ്. കപ്പിൾ ഓഫ് മിനിറ്റ്സ് കൂടി നോക്കാം. അതിനകത്ത് തന്നെ ഒരു സ്പൈക്ക് അല്ലെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോ പോസ് ചെയ്ത് എഗെയിൻ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത്. കുറച്ച് സമയം കൊടുക്കേണ്ടി വരുന്നില്ല, അതിന് മുൻപ് തന്നെ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഓണും ഓഫ് ആക്കാം, പക്ഷേ നമ്മുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യും, റീ എൻട്രി ചെയ്യുക, അങ്ങനെ നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. നമ്മൾ പേഷ്യൻസോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുക. 110 ലെവൽ, 112 ലെവൽ, 115 ഹിറ്റ് ചെയ്താൽ ബുക്ക് ചെയ്യാം. ഗ്രീനിലുള്ള പൊസിഷൻസ് ബുക്ക് ചെയ്യാം. 110, 112, 115. ഓക്കെ, ബാക്ക് ടു 30 lakhs 40 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചധികം സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, എഗെയിൻ 112 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. യെസ്, 113, 15 വരണം. 15 വന്നാൽ മാത്രമേ ബുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. ഇത് പൊസിഷൻ റിസ്കി പൊസിഷനാണ്, സ്റ്റിൽ ഹോൾഡിംഗ്. നമ്മളൊരു 4 lakhs ലോസിൽ മാത്രമാണ്. ആ ഒരു വാല്യൂ കാണുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിസിപ്ലിനാണ്. ആസ് എ ട്രേഡർ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ്. നമ്മുടെ ഒരു ടാർഗറ്റ് വരുന്നവർ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. നോ വേ സെല്ലിങ് അൺലെസ് 115. യെസ്, 115 വന്നിട്ടുണ്ട്. നമുക്ക് 1 2 3 4 5 6 എക്സിറ്റ്. 1 2 3 4 5 എക്സിറ്റ്. യെസ്, നമ്മൾ നല്ല പ്രോഫിറ്റ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 25 lakhs നമ്മൾ ലോസിലാണ്. യെസ്, 16 lakhs ലോസിലാണ്. സ്റ്റിൽ നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ മാത്രം നിങ്ങൾ നോക്കുക. ടോട്ടൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 35 lakhs നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിൽ ഹോൾഡിംഗ് 120 ലെവൽ. യെസ്, ഗുഡ്. 125 നമുക്ക് മാർക്കറ്റിനെ നമുക്ക് അങ്ങോട്ട് ട്രബിൾ ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ആ ഒരു ഡിഫെൻസീവ് അപ്രോച്ച് മാറിയിട്ട് നമ്മൾ അറ്റാക്കിംഗ് അപ്രോച്ചിലായിട്ട് അല്ലെങ്കിൽ അറ്റാക്കിംഗ് മോഡിലാണ് നമ്മളുള്ളത്. എന്താണ് അതിന് കാരണം? നമ്മുടെ അവൈലബിൾ മാർജിൻ 5+ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ടത്? ഇൻവെസ്റ്റഡ് മാർജിൻ 2.7 ഉള്ളൂ. പക്ഷേ ആ 2.7 മതി നമുക്ക്, മാർക്കറ്റിന് ആ 2.7 മതി നമ്മളെ ട്രബിളാക്കാൻ. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് 1.125 ലെവലിലേക്ക് വരുമോ എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. മേ ബി ഒരു റീടെസ്റ്റ് 125ലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ $20 lakhs ലോസിലാണിപ്പം. നമ്മളൊരു കുറച്ചൊരു റിസ്കി പൊസിഷനിലായിരുന്നു 4.8 CR ഡിപ്ലോയ് ചെയ്ത സമയത്ത്. പക്ഷെ ഇപ്പോൾ നമ്മൾ റിസ്ക് കുറച്ചിട്ടുണ്ട്. പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ഇനി ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ല. നല്ലൊരു ഫോൾ വരാതെ നമ്മളൊരിക്കലും ഈ ഒരു പൊസിഷനിൽ കൂടുതൽ ഫണ്ട്സ് ഡിപ്ലോയ് ചെയ്യുന്നില്ല. ഈ ഒരു പൊസിഷൻ തന്നെ പ്രോഫിറ്റിലേക്കോ കോസ്റ്റിലേക്കോ വരികയാണെങ്കിൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. കോസ്റ്റിലേക്ക് വന്നാലും സ്ക്വയർ ഓഫ് ചെയ്യാം. ഓവറോൾ പൊസിഷൻ ഇപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 25 lakhs കോസ്റ്റിലേക്ക് വന്നാൽ സ്ക്വയർ ഓഫ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഹൈ എന്ന് പറയുന്നത് 120 ഓൾറെഡി വന്നു കഴിഞ്ഞു, 123 വന്നു കഴിഞ്ഞു. സ്റ്റിൽ നമ്മൾ 50 ലക്ഷം ലോസിലാണ് കോസ്റ്റിൽ. 50 lakhs ലോസിൽ നമ്മൾ ഇന്നത്തെ ഡേ കോസ്റ്റിലാണ് ഹോൾഡ് ചെയ്യാം. ഒന്നും ചെയ്യാതെ ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ അത് 121 വന്നപ്പോഴും അല്ലെങ്കിൽ 121 വന്നപ്പോഴും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ബാക്ക് ടു 110 വന്നപ്പോഴും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. റിസ്ക് ഉണ്ട്, ബൈയിങ് പ്രഷർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എഗെയിൻ ഒരു ലോവർ ലോ വരുത്താനായിട്ട് പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 50 lakhs നമ്മൾ ഇന്നത്തെ ഡേ കോസ്റ്റിലാണ്. $5.2 CR ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ അവൈലബിൾ മാർജിനുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയും താഴോട്ട് വരട്ടെ. 40 lakhs ആണ്, 50 lakhs ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നമുക്ക് കപ്പിൾ ഓഫ് എൻട്രീസ് കൊടുക്കാം. 25,300 പുട്ട് ഓപ്ഷൻ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഈ ഒരു പൊസിഷൻ. നമ്മൾ പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത അത്രയും പൊസിഷൻസ് നമ്മൾ ലോവർ പ്രൈസിൽ എൻറ്റർ ചെയ്യുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു 5 പോയിൻറ്റ്സ് മാത്രം ബുക്ക് ചെയ്യുക. 5 to 10 പോയിൻറ്റ്സ് ബുക്ക് ചെയ്യുക. 5 പോയിൻറ്റ്സ് ബുക്ക് ചെയ്താൽ മതി. 101.7 നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. യെസ്, 7 നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. സെലക്ട് ചെയ്ത് വയ്ക്കാം. 1 2 3 4 5 6 പൊസിഷൻസ്. 7 നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. ഓൾറെഡി 6.8 വന്നു കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ATM സെലക്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അത് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ വന്നൊന്ന്. യെസ്, 104.3 നിൽക്കുന്നുണ്ട്. യെസ്, 107 നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. 106.80 ആണ് വന്നിട്ടുള്ളത്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആവറേജ് ചെയ്ത പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യാം. പക്ഷേ കുറച്ച് റിസ്കി പൊസിഷൻ തന്നെയാണ്. 100.80 കോസ്റ്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഒരു 6 പൊസിഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 50 lakhs ലോസ് നിൽക്കുന്നത്. ജസ്റ്റ് ഒരു പുൾ ബാക്ക് ആണെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് സ്റ്റിൽ നമ്മുടെ
അവൈലബിൾ മാർജിൻ 4+ നിൽക്കുന്നുണ്ട്. $103, യെസ്. 105 വന്നിട്ടുണ്ട്. 7 ആണ് നമുക്ക് വേണ്ടത്. യെസ്. 1 2 3 4 5 6 പൊസിഷൻസ് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. 106.80 തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. പ്രീവിയസ് ക്യാൻഡിലും വന്നിട്ടുള്ളത് ആ ഒരു ലെവൽ തന്നെയാണ്. 104, ജസ്റ്റ് ഒരു 107 ആണ് ടാർഗറ്റായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആഡ് ചെയ്ത പൊസിഷൻസിൽ 6.25, ജസ്റ്റ് 1 more point. 5 6 7 ഡൺ. ഇപ്പോൾ നമ്മൾ വീണ്ടും പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തു. വീണ്ടും നമ്മുടെ അവൈലബിൾ മാർജിൻ 5+ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ 76 നിൽക്കുന്നുണ്ട്. അതിനർത്ഥം 27 ലാക്സ് പ്രോഫിറ്റിലാണ്. സ്റ്റിൽ നമ്മുടെ ലോസ് 35 ലാക്സിൽ തന്നെയാണ്. ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് 115 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യാം. ഓവറോൾ ഒരു സൈഡ് വേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി നമുക്ക് 115 വന്നു കഴിഞ്ഞാൽ ഈ പൊസിഷൻ ടോട്ടലായിട്ട് സ്ക്വയർ ഓഫ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവറോൾ ഒരു സൈഡ് വേസിൽ തന്നെയാണ് നിൽക്കുന്നത്. എയ്തർ സൈഡ് ഒരു ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഉണ്ട്. മേ ബി 140 ലെവൽ വരാൻ ചാൻസ് ഉണ്ട്. പുട്ട് ഓപ്ഷൻ ഡേ ഹൈ 135 ആണ്. 140 ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന എടുത്തിട്ടുള്ള പൊസിഷൻ കുറച്ച് റിസ്കി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ബട്ട് നമ്മുടെ അവൈലബിൾ മാർജിൻ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാം. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇത് ഓവറോൾ ഒരു 1 hour വീഡിയോ ആയിക്കഴിഞ്ഞു ഓൾറെഡി. ത്രൂ ഔട്ട് ദി ഡേ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻ്റാണ് ഇന്നത്തെ ഒരു ദിവസം വന്നിട്ടുള്ളത്. മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു സൈഡ് വേസിൽ തന്നെയാണ് കോൾ ഓപ്ഷനും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനിലും. $115 നോക്കാം. 109. നമുക്ക് ഇപ്പോൾ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 25 ലാക്സിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ബട്ട് നമ്മൾ എടുത്തിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത് 1 CR റിസ്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്കിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സേഫായിട്ട് അറ്റ് എനി ഗിവൺ പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ ഒരു ട്രേഡ് സേഫായിട്ട് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്ര റിസ്ക് എടുത്തു, എത്ര പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തു എന്നുള്ളതൊന്നും, അത് കൂടുതൽ റിസ്കിലേക്ക് പോകാനാണ് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മൂവ്മെൻറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയുള്ള സൈഡ് വേസ് മൂവ്മെൻറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു റിസ്ക് ഓൾറെഡി ഉണ്ട്. 115 വരെ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതിലൊരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. റൈറ്റ് അവേ 115 ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് 115 സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വാട്ട് എവർ പ്രൈസ് എബവ് 115, 115 നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യാം. ഇൻ കേസ് എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ നമുക്കതിനെ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ആവറേജ് ചെയ്യാം. എന്നിട്ട് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് ആ പാർട്ട് പ്രോഫിറ്റ്സ് എങ്ങനെ നമുക്ക് കൂടുതലാക്കി കൊണ്ടുവരാമെന്ന് മാത്രം. അപ്പോൾ അതാണ് ആക്ച്വൽ പ്ലാൻ. ഇപ്പോൾ ഓൾറെഡി 1 മണിക്കൂർ ആയിക്കൊണ്ടിരിക്കുകയാണ്. 10:13 ആയിക്കഴിഞ്ഞു സമയം. സ്റ്റിൽ നമ്മുടെ പൊസിഷൻ 2.7 CR ഇൻവെസ്റ്റഡ് മാർജിൻ ആയിട്ടുണ്ട്. അവൈലബിൾ മാർജിൻ 5.4 CR ഉണ്ട്. കറൻ്റ്ലി റണ്ണിങ് ഇൻ അറ്റ് എ ലോസ് അറൗണ്ട് 45 lakhs, 50 lakhs. ഓക്കെ. റിയലൈസ്ഡ് പ്രോഫിറ്റ് ഒരു 15 lakhs മാത്രമാണ്.
115 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 120, 135 ലെവൽ. ഇപ്പോൾ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 2.7 CR ആണ് ആക്ച്വൽ റിസ്ക്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബുക്ക് ചെയ്ത പ്രോഫിറ്റ്സ് 20-30 ലാക്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അറൗണ്ട് 2.5 CRൻ്റെ ഓവറോൾ റിസ്ക് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ട്രേഡിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനിയും സമയമെടുക്കാനാണ് സാധ്യത. സൈഡ് വേസ് ആയതുകൊണ്ട് അഗെയിൻ നമ്മൾ റീ എൻട്രി ചെയ്യുക, ബുക്ക് ചെയ്യുക, റീ എൻട്രി ചെയ്യുക, ബുക്ക് ചെയ്യുക, ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. വൺസ് അഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ റീ എൻട്രി ചെയ്യുക, ഡയറക്ഷനിൽ വരികയാണെങ്കിൽ പാർട്ട് പ്രോഫിറ്റ്സ് റീ എൻട്രി ചെയ്തത് ബുക്ക് ചെയ്യുക, ആ ഒരു രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും. 120 ലെവൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൊസിഷൻസ് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാനുണ്ട്. 125 വന്നു കഴിഞ്ഞാലും 115 വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പോൾ ഉള്ള കറണ്ട് ലോസ് ബെയർ ചെയ്ത് ഓവറോൾ പ്രോഫിറ്റബിളായി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാം. മൂവ്മെൻറ്റ് കുറേ സമയമായിട്ട് വരാത്തൊരു സാഹചര്യത്തിൽ. അപ്പം അങ്ങനെ 2-3 പ്ലാൻസാണ് നമുക്ക് കറൻ്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആയിട്ട് വേണം ഏതൊരു പെർട്ടിക്കുലർ ട്രേഡ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി. ഒരുപക്ഷെ ഈ ഒരു പ്രോസസ്സ് ബോറിംഗ് ആയിട്ട് തോന്നാം. അപ്പം അങ്ങനെ ബോറിംഗ് ആയിട്ട് തോന്നുന്ന ആളുകൾക്കൊരിക്കലും ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ബോറിംഗ് പ്രോസസ്സ് തന്നെയാണ് ത്രൂ ഔട്ട് ദ കരിയർ നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടത്. അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ട്രേഡർ ആവാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ബോറിംഗ് ആയിട്ട് നമ്മൾ ഈ ഒരു ട്രേഡ് നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രോഫിറ്റിൽ ഇത്ര ലോസ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. അതായത് നമ്മൾ കറൻ്റ്ലി പ്രോഫിറ്റിലാണ്, സ്റ്റിൽ നമ്മൾ നെറ്റ് പൊസിഷൻസ് ഇപ്പോഴും ലോസിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് ഓപ്ഷൻ ബൈയിങ്ങിലായാലും സെല്ലിങ്ങിലായാലും ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നെയാണ് ത്രൂ ഔട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇതൊരു റിപ്പീറ്റഡ് പ്രോസസ്സ് തന്നെയാണ്, അതിൽ സംശയമില്ല. അപ്പോൾ അത് ചെയ്യാൻ എത്രത്തോളം നമുക്ക് പറ്റുന്നുണ്ട് അത്രത്തോളം പ്രോഫിറ്റിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ തുടർന്ന് വാച്ച് ചെയ്യുക. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് പ്രോസസ്സായിട്ട് നമ്മളെ കൊണ്ട് ആ രീതിയിൽ ട്രേഡ് ചെയ്യിപ്പിച്ചോളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. 112 ലെവൽ 115 നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോലും വെരി ഗുഡ് പ്രോഫിറ്റ്സ് എന്ന് ഓവറോൾ ബുക്ക് ചെയ്തതായിട്ട് പറയാം. ഈ ഒരു പെർട്ടിക്കുലർ ട്രേഡ് ഓൾറെഡി ഇത് 113 വന്ന് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഷുഡ് ബി റെഡി വിത്ത് ദ ഗൺസ്. 115 ഡൺ. ഓക്കെ, നമുക്കിപ്പോൾ 39 ലാക്സിൻ്റെ പ്രോഫിറ്റ്സ് നമ്മൾ ബുക്ക് ചെയ്തു. ഇനി അത് വരുമായിരിക്കും. മേ ബി നമ്മളിപ്പോൾ ബുക്ക് ചെയ്തത് ലോസ് ബുക്ക് ചെയ്തു, അതിൽ 115 നമ്മൾ ബുക്ക് ചെയ്തു. ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു പൊസിഷൻ ഇപ്പോൾ സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺഫോൾ വന്നിട്ടുണ്ട്. കറൻ്റ്ലി 115, 116 ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ എക്സ്പെക്ട് ചെയ്തൊരു ലെവലിലേക്ക് വന്നു. ഇനി ഒരു പക്ഷേ ബ്രേക്ക് ഔട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ എഗെയിൻ നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് പോയി 100ൻ്റെ താഴേക്ക് വന്ന് വീണ്ടും ആ ഒരു ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവറോൾ ഒരു സൈഡ് വേസ് ഡേ ആയിട്ടാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 1 മണിക്കൂറിൽ കൂടുതലായി കഴിഞ്ഞു ഈ ഒരു ട്രേഡിൽ. അപ്പോൾ ഇനി നമുക്ക് ഒരു പക്ഷേ ഒരു ഡേ ഹൈയിലേക്ക് ഒരു സ്പൈക്ക് അല്ലെങ്കിൽ ലോവർ ഹൈ വന്നിട്ടുള്ള ഫസ്റ്റ് ലെവൽ ഡേ ഹൈ റീടെസ്റ്റ് ചെയ്തിട്ട് ഡൗൺ വരുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ലെവലിലേക്ക് ഒരു ഷാർപ്പ് അപ്പ് മൂവ് വരാനുള്ള ചാൻസ് ഉണ്ട് സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടൊരു ലോവർ ലോ ഫോം ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. എന്തായാലും ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ട്രേഡിങ് അറൗണ്ട് 118, 120 ലെവലാണ് പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇനഫ് പ്രോഫിറ്റ്സ് ഇന്ന് ജനറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ബുക്ക് ചെയ്തു. 7.49 CR ഉണ്ടായിരുന്നാലും 7.88 CRലേക്ക് വന്നിട്ടുണ്ട്. അതായത് 39 ലാക്സ് നമ്മൾ ബുക്ക് ചെയ്തു.
ഇപ്പോൾ നമ്മൾ 125 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ഈ ഒരു വീക്ക് ക്ലോസ് ചെയ്യാം. ഇന്നത്തെ ട്രേഡും ഈ ഒരു വീക്ക്ലി ട്രേഡും ക്ലോസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ തുടർന്ന് വാച്ച് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എൻ്റെ ഒരു വീഡിയോ തന്നെ വാച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ ആ ഒരു മൈൻഡ് സെറ്റും എന്താണ് നമ്മുടെ ആക്ഷൻസ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. തുടർന്ന് ചാനൽ വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.